ന ന ന കൃതണരകാം 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 ന ന ന. വൈത്താരിയുടെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃപ്പൂണിത്തുറ ഗോപീകൃഷ്ണൻ തമ്പുരാൻ എന്ന വാദ്യകലാകാരനെ ഞാൻ നിരവധി കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്തുകൊണ്ട് അങ്ങനെ കേൾക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അദ്ദേഹം തൃപ്പൂണിത്തുറ സ്വദേശിയാണ്. അതുതന്നെയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഈ വാദ്യമേഖലയിൽ അദ്ദേഹത്തെ പ്രശസ്തിയിലേക്ക് ഉയർത്താനും ഈ കഥകളിക്കൊട്ടിൽ നിലനിൽക്കാനും അദ്ദേഹത്തിൻ്റെ സാഹചര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ കുട്ടിക്കാലത്ത് തന്നെ വാദ്യം അഭ്യസിക്കുകയും വളരെ ഹൃദ്യമായി അത് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ കുട്ടിക്കാലത്ത് തന്നെ കൊട്ട് പഠിക്കുകയും വിദഗ്ധനായ ആചാര്യൻ്റെ കീഴിൽ പഠിക്കുകയും തുടർന്ന് അങ്ങോട്ട് തൻ്റെ കല എവിടെ പ്രയോഗിക്കാനും മടിയില്ലാത്ത, എങ്ങനെ വേണമെങ്കിലും പ്രയോഗിക്കാൻ മടിയില്ലാത്തൊരു കലാകാരനാണ് ഗോപീകൃഷ്ണൻ തമ്പുരാൻ, തൃപ്പൂണിത്തുറ ഗോപീകൃഷ്ണൻ തമ്പുരാൻ. ഞാൻ നേരത്തെ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ശരിയാണ്. വളരെ കുട്ടിക്കാലം മുതൽത്ത് തന്നെ അദ്ദേഹം ഈ തൃപ്പൂണിത്തുറ ഗോപീകൃഷ്ണൻ തമ്പുരാനായിട്ട് ഉയർന്ന് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ട് കേട്ടാൽ മനസ്സിലാവും ആ കൊട്ടിനോടുള്ള, വാദ്യത്തോടുള്ള, ചെണ്ടയോടുള്ള അദ്ദേഹത്തിൻ്റെ ഭ്രമം എന്നത്. ഇപ്പോൾ കുറേ കാലമായി, നിരവധി കാലമായി അദ്ദേഹം അരങ്ങിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ ആവേശത്തോടു കൂടിയുള്ള, ഒരു പക്ഷേ പറഞ്ഞാൽ അമിതാവേശത്തോടു കൂടിയുള്ള കൊട്ട് എന്ന് ചോദിച്ചാൽ ഗോപീകൃഷ്ണനെ ആണ് ഉദാഹരിക്കാൻ എനിക്ക് സാധിക്കുന്നത്. അത്രയധികം ആവേശമായി അദ്ദേഹം അരങ്ങിൽ പ്രവർത്തിക്കുന്നു എന്നത് നമ്മൾ കൗതുകത്തോടു കൂടി നോക്കിക്കാണേണ്ടതാണ്. ഒരു സ്ഥാപനത്തിൽ നിരവധി കാലം പഠിച്ചിട്ടില്ല എന്ന പോരായ്മ അദ്ദേഹത്തിൻ്റെ കൊട്ടിൽ ഒരു പക്ഷേ കണ്ടു എന്ന് വരില്ല നമുക്ക്. വളരെ കൃത്യമായി അദ്ദേഹം അതിൻ്റെ ചടങ്ങുകൾ അറിഞ്ഞ് കൊട്ടുന്ന ഒരു പ്രയോഗമാണ് അദ്ദേഹത്തിൻ്റേത്. അത് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ എല്ലാ കലാകാരന്മാരുടെയും വാദ്യപ്രയോഗങ്ങൾ കണ്ട് കേട്ട് പഠിക്കുന്ന ഒരു ശീലമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ വീണ്ടും കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നു എന്നത്. എങ്ങനെയും നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കേൾക്കാം. അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അർജുന വിഷാദ വൃത്തം എന്ന കഥയിലൂടെ പ്രശസ്തനായ വൈക്കം രാജശേഖരൻ എന്ന പ്രശസ്തനായ ഒരു ആട്ടക്കഥാകൃത്താണ്. അദ്ദേഹം പിന്നെയും ആട്ടക്കഥകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അർജുന വിഷാദവൃത്തം എന്ന് ചോദിച്ചാൽ വൈക്കം രാജശേഖരൻ എന്ന് പ്രത്യേകം പേര് പറയേണ്ടതില്ല, അല്ലെങ്കിൽ വൈക്കം രാജശേഖരൻ എന്ന് പറഞ്ഞാൽ അർജുന വിഷാദവൃത്തം എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഇങ്ങനെ അത്തരം വളരെ പ്രചാരമുള്ള, കർണശബദം പോലെ പ്രചാരമുള്ള ഒരു കഥയാണ് അർജുന വിഷാദവൃത്തം. അതിലേറെ നമ്മൾ ചില സിനിമകൾ പുറത്തിറങ്ങിയിട്ടില്ലെങ്കിലും പാട്ടിലൂടെ പ്രശസ്തിയുണ്ടായ പല പാട്ടുകളും പല സിനിമകളുമുണ്ട്. ഇത് പാട്ടും കഥകളിയും ഒരേപോലെ പ്രശസ്തിയിലേക്ക് എത്തിയ കഥയാണ് അർജുന വിഷാദവൃത്തം. ആ വ്യക്തിയാണ് ഇന്ന്, അദ്ദേഹത്തിന് ധാരാളം സവിശേഷതകളുണ്ട്. ചിറ്റൂർ സ്വദേശിയാണ്, അല്ലെങ്കിൽ പിന്നെ വൈക്കത്ത് ആണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമെങ്കിലും ചിറ്റൂർ ആണ് അദ്ദേഹം സ്ഥിരമായി താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിറ്റൂർ ഉത്സവത്തിന് പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും കാണുന്ന ഒരു സഹൃദയനാണ് അദ്ദേഹം. സൗമ്യശീലനായ അദ്ദേഹം ആണ് ഇന്ന് ഗോപീകൃഷ്ണൻ തമ്പുരാനോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. കലയുമായും കഥകളിയുമായും ബന്ധമുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംസാരം ഗോപീകൃഷ്ണൻ്റെ അനുഭവങ്ങളെ കൂടുതൽ ഉയർത്തുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എങ്ങനെയും നമുക്ക് എൻ്റെ വർത്തമാനത്തിനേക്കാൾ അവരുടെ വർത്തമാനം നമുക്ക് കേൾക്കാം.
എല്ലാവർക്കും ഈ വൈത്താരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം. നമസ്കാരം. കഥകളി വാദ്യരംഗത്ത് ഏറെ പ്രശസ്തനായ ശ്രീ തൃപ്പൂണിത്തുറ ഗോപികൃഷ്ണൻ തമ്പുരാനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കലാസപര്യ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 50 വർഷം പൂർത്തീകരിക്കുന്നു. അദ്ദേഹത്തിന് കലാലോകത്തോട് അല്ലെങ്കിൽ കഥകളി ആസ്വാദകരോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അങ്ങ് ഈ കഥകളി, പ്രത്യേകിച്ചും കഥകളി ചെണ്ടയിലേക്ക് വരാനുണ്ടായിരുന്ന സാഹചര്യം ഒന്ന് വിശദീകരിക്കും. അല്ല, ആദ്യം ചെണ്ട പഠിക്കാനുള്ള കാര്യം പറയാം. ചെണ്ടയോടുള്ള ഭ്രമം വരാനുള്ള കാരണം തന്നെ എൻ്റെ കോവിലകം തൃപ്പൂണിത്തുറ ആണ്. തൃപ്പൂണിത്തുറ അമ്പലത്തോട് ചേർന്നായിരുന്നു കോവിലകം. അപ്പോൾ അന്നൊക്കെ എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോയി കുളിച്ച് അല്ലെങ്കിൽ തൊഴുത് വന്നിട്ടാണ് കാപ്പ് കുടിക്കാറ് എല്ലാവരും. അന്ന് ഇന്നും അതെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ കുട്ടിയായ സമയത്ത് അവർ കൊണ്ടുപോകും, അമ്മ കൊണ്ടുപോകും. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് പറഞ്ഞു വിടും. അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ ഈ തൊഴാൻ പോണ സമയത്ത് ആ സമയത്താണ് ശിവേലി. പിന്നെ അമ്മ എന്നും അത്താഴ ശിവേലിക്കും പോകണ്ട്. അപ്പോഴേ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ആ ശിവേലിയും ആനയും പ്രഭവും പിന്നെ തൃപ്പൂണിത്തുറ എന്ന് പറയുകയാണെങ്കിൽ 15 പഞ്ചാരിയുടെ ഒരു ഗംഭീര സ്ഥലമാണല്ലോ. ആ പഞ്ചാരി മേളം കേൾക്കലും അങ്ങനെയാണ് ചെണ്ടയ്ക്കൊരു ഭ്രമം എനിക്കുണ്ടായി തുടങ്ങി. പക്ഷെ അത് എനിക്ക് പറയാറായിരുന്നില്ല. ചെണ്ട ഇഷ്ടമാണ്. അപ്പോൾ അന്നൊക്കെ എല്ലാ മാസവും അച്ഛനും അമ്മയും ഗുരുവായൂർ പോയി തൊഴുതു വരും. എന്ന് വരണ സമയത്ത് ചെറിയൊരു ചെണ്ടയും കൊണ്ടാണ് വരിക. അത് അടുത്ത മാസം ആകുമ്പോഴേക്കും കിടക്കട പൊട്ടിക്കും. പിന്നെ നമ്മുടെ കോലങ്ങളിൽ പണ്ടത്തെ കാലത്ത് ഇവിടുത്തെ 8 ദിവസത്തെ ഉത്സവം കഴിഞ്ഞാൽ അവിടെ ഓരോ കോലത്ത് ഇപ്പോഴും കാണാം. ഇപ്പോൾ കോലങ്ങളൊക്കെ അല്ല, ഓരോ മാതിരിയൊക്കെ പൊളിച്ചു പോയി. എന്നാലും വീട്ടിലെ കോലങ്ങളിൽ കാണാം ചെറിയൊരു ആന, മരത്തിൻ്റെ ആന ഉണ്ടാവും. ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവിടുത്തെ കുട്ടന്മാരുടെ കുട്ടികളുടെ ഉത്സവമാണ്. ഈ മരത്തിൻ്റെ ആനയിൽ ഒരാൾ കയറിയിരിക്കും, കോലം പോലെ ഇരിക്കും, അവർ കിടക്കിടക്ക് ചെണ്ട കൊട്ടലും. അങ്ങനെ ഒരു ആവേശമായിരുന്നു അർത്ഥം. അപ്പോൾ ഈ ചെണ്ടയ്ക്ക് അതിനും ഉപയോഗിക്കാൻ വേണ്ടി സാധാരണ ചെണ്ടയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഗുരുവായൂർ കൊണ്ട ചെണ്ടയും അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ അർത്ഥം. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം പോയപ്പോൾ, ഒരു ദിവസം ഞാൻ ഗുരുവായൂർ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോണ സമയത്ത് ഞാൻ പറഞ്ഞ കേട്ടാൽ എനിക്ക് എത്ര ഓർമ്മയില്ല, അച്ഛനമ്മയെ പറഞ്ഞാണ് ഇതിലേക്ക് ചെണ്ടയ്ക്ക് കൂടുതൽ ഭ്രമമുണ്ട്, ഇത് പഠിപ്പിക്കണം എന്നവർക്ക് തോന്നാനുള്ള കാരണം അവിടെ അപ്പോൾ എന്താ വെച്ചാൽ ഇവിടുത്തെ ശിവയിലേക്കാട്ടിലും വ്യത്യാസമായിട്ട് ഒരു കടുതുടി എന്നൊരു സാധനം അവിടെ, എനിക്ക് പേര് ഇപ്പോൾ അത്ര അറിഞ്ഞിരുന്നു. അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചു, ഇതെന്താ അവിടുത്തെ ശിവയിലായിട്ട് ഇവിടുത്തെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ കൊട്ടിന് എന്ന് ചോദിച്ചു എന്നാണ് അച്ഛൻ പറയണത്. അപ്പോൾ അച്ഛനത് ആലോചിച്ചപ്പോഴാണ് ആ സമയത്താണ് നമ്മുടെ എൻ്റെ അടുക്ക കലാമണ്ഡല കേശവപ്പ എന്ന് പറഞ്ഞ ചെണ്ട വിദഗ്ധൻ താമസിക്കാൻ RLBയിൽ ജോലിയായിട്ട് എൻ്റെ കോലോത്തിന് അടുക്കി കയറി താമസിക്കാൻ വന്നത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ കോലോത്തും എല്ലാ ദിവസവും അമ്പലത്തിൽ പോവുക, തിരിച്ച് വരിക, അങ്ങനെയൊക്കെ. അപ്പോൾ അച്ഛൻ ചോദിച്ചു ഇങ്ങനെ, അത് വ്യത്യാസമുണ്ട് അവിടെ, ഈ സാധനം കൊട്ടുണ്ട്, കടുത്തുടി കൊട്ടുണ്ട്, വ്യത്യാസമുണ്ട് ഇവിടത്തേത്തിന് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം എൻ്റെ അടുക്ക് വന്ന് സംസാരിച്ചു. അങ്ങനെ തുടങ്ങാമെന്ന് പറഞ്ഞ് അന്നത്തെ ഇതിലേക്ക് പിന്നെ അങ്ങോട്ട് തുടങ്ങി. ഓരോ ദിവസവും. അത് ഏത് വർഷമായിരിക്കും തുടങ്ങി? അത് എനിക്ക് തോന്നുന്നു ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ ഒന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 74 അതാണ് 74 അത് തന്നെ പഠിക്കാൻ തുടങ്ങി. അക്കൊല്ലം തന്നെ അരക്കേറ്റോട്ടായി തായമ്പക. അതെന്ന് വെച്ചാൽ ആശാൻ പ്രത്യേകിച്ച് എൻ്റെ അടുക്കായിരുന്നു ആശാൻ്റെ താമസം. അപ്പോൾ എല്ലാ ദിവസവും അന്ന് ഈ സ്കൂളിൽ അത്ര വർക്കിംഗ് ലോഡൊന്നുമില്ല, ഇപ്പോഴത്തെ പോലെ ട്യൂഷൻ്റെ അത്ര തിരക്കുകളില്ല. അപ്പോൾ ഒരു 7:30 മണിയാകുമ്പോഴേക്കും ആശാൻ നല്ല പങ്ക്ച്വലാണ്. നമ്മളെത്ര പങ്ക്ച്വലില്ലെങ്കിലും ആശാൻ പങ്ക്ച്വലാണ്. കറക്റ്റ് സമയത്ത് എത്തും. ചില ദിവസം നമുക്ക് പഠിക്കാൻ ഇത്തിരി ഉഴപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് ഒളിച്ച് കക്കൂസിപ്പ് ഇങ്ങനെയൊക്കെ ഒരു ചില തമാശകളൊക്കെ അന്നും കാണിച്ചിരുന്നു. ആശാൻ വരലും അങ്ങനെ ദേഷ്യപ്പെടൽ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. നല്ലൊരു ചീത്ത പറയെങ്കിലും അടിപിടി കുറവായിരുന്നു ആശാന്. പിന്നെ എന്നും കൊട്ടിക്കും. അപ്പോൾ ഈ എന്നും ആശാൻ വരും ശനിയാഴ്ച. ഇപ്പം പിന്നെ ഈ സ്കൂളിൻ്റെ ലോഡ് കൂടുതലായിരുന്ന പല ആൾക്കാരും ഈ ടെമ്പററി ക്ലാസ്സൊക്കെ ശനി ഞായർ മാത്രമല്ല. മറ്റേതായാലും ആശാൻ എന്നും ഒരു 7:30 മണിയാകുമ്പോഴേക്കും വരും. 1 മണിക്കൂർ കൊട്ടിക്കും. ചിലപ്പോൾ 8 മണിക്ക് വന്നാലും 1 മണിക്കൂർ കൊട്ടാം. കാരണം 10 മണിക്ക് സ്കൂൾ ഇവിടുന്ന് 10 മിനിറ്റ് നടന്ന സ്കൂളായി. അപ്പോൾ അങ്ങനെ ഒരു തിരക്കില്ലാത്ത സമയമായിരുന്നു. എന്നും ആശാൻ സാധകം ചെയ്യിക്കും. കുറേ നേരം സാധകം ചെയ്യിച്ചിട്ടാണ് ഒരു എണ്ണങ്ങൾ പഠിപ്പിക്കുക. അങ്ങനെ പഠിപ്പിച്ചാണ് ആദ്യത്തെ കൊല്ലം തന്നെ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ അരങ്ങേറ്റം ഉണ്ടായി. തായമ്പക അരങ്ങേറ്റം എന്താ വെച്ചാൽ ഇന്നത്തെ പോലെ ഫ്ലെക്സുകൾ സംഭവങ്ങളൊന്നും ഫ്ലെക്സ് വയ്ക്കുക, പിന്നെ ഫേസ്ബുക്ക് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. ഒരാളെ വിളിക്കാൻ പറ്റും. അത് അവിടുത്തെ ഒരു ബർമ സ്റ്റുഡിയോ എന്നൊരാളുണ്ട്. അങ്ങേര് വരും, ഒരു ക്ലിക്ക് ചെയ്യും, പുള്ളി പോകുന്നല്ലാണ്ട് അത് ആ ഭിത്തിയുമ്പോൾ തൂക്കിയിട്ടു അത് ഈർപ്പം കയറി പോയി. ആ ഫോട്ടോ ഇല്ല, ചിത്രങ്ങളൊന്നും ഇല്ല, അത് പോയി, കാണാനില്ല അർത്ഥം. അപ്പോൾ അതിന് ആരൊക്കെയായിരുന്നു ആശാനുണ്ടെന്ന് അറിയാണ്ട് പിന്നെ ആരൊക്കെയാണത് ആളെ പിടിച്ചത് എനിക്കത്ര ഓർമ്മ വരുന്നില്ല. പിന്നെ എൻ്റെ കൂടെ സമയത്ത് സഹപാഠികളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധകം ചെയ്യാൻ നമ്മുടെ ഇപ്പോഴത്തെ
വീട്ടിൽ ഒറ്റയ്ക്കേ പഠിക്കുന്നുള്ളൂ, വേറെ ആരും കൂടെ ഇല്ല വരാറില്ല, അങ്ങനെയാണ് പഠിപ്പിക്കുക. പിന്നെ ചിലപ്പോൾ സാധകം ചെയ്യിക്കാൻ വേണ്ടി ചിലപ്പോൾ ആശാൻ്റെ അവിടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അന്നൊക്കെ ഒരു മരത്തിൻ്റെ തടിയിലാണ് നേരെ തിരുന്ന് കൊണ്ടുപോകണം. ഒരു മുരളി എന്ന് പറഞ്ഞ ചണ്ടക്കാരുണ്ടായിരുന്നു. പിന്നെ വാസുദേവൻ എന്ന് പറയും, ഇപ്പോഴത്തെ വിനോദിൻ്റെ ഒരു ചണ്ടക്കാരൻ്റെ പയ്യൻ, അങ്ങേരുടെ അച്ഛനാണ് വാസുദേവൻ. അങ്ങനെ 3-4 പേരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവരുടെ കൂടെ സാധകം ചെയ്യും, പിന്നെ കുട്ടിക്കും അങ്ങനെ ഓരോ ദിവസവും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുറപ്പാട് മേളപ്പദം. അപ്പോൾ പിന്നീട് കഥകളിയിലേക്ക് നീങ്ങണം എന്ന് തോന്നാൻ എന്താ? അല്ല, പുറപ്പാട് മേളപ്പദം കഴിഞ്ഞു, പിന്നെ കഥകളിയിലേക്ക്. പിന്നെ അതും പുറപ്പാട് മേളപ്പദത്തിൻ്റെ എനിക്കറിയില്ല, ഇതിൻ്റെ ഗൗരവങ്ങൾ എന്താണെന്ന് അറിയില്ല അർത്ഥം. അന്ന് ഈ പുതുവാളാശാൻ, അന്നത്തെ തൃപ്പൂണിത്തുറ ലോഡ്ജുകളും കുറവാണല്ലോ. പുതുവാളാശാൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആശാൻ്റെ എവിടെയാണ് താമസിക്കാറ്. അപ്പോൾ ആശാൻ പറയുന്നത് ഇന്ന് അവിടെ ഒരു റിഹേഴ്സലുണ്ട്, ഒരു ഇതുണ്ട്, ഒരു മേളപ്പദത്തിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹമാണ് മേളപ്പദത്തിന് മാത്രം കൊട്ടാൻ വരിക. അപ്പോൾ നമുക്കറിയില്ല പുതുവാൾ, നമ്മൾ കുട്ടിയാണല്ലോ, 4ാം ക്ലാസ്സിൽ പഠിക്കുക അത്രയൊക്കെ ആയിട്ടുള്ളൂ, 5ാം ക്ലാസ്സിലാവണോ അത്രയൊക്കെ ഉള്ളൂ. എന്താ അറിയില്ല നമ്മൾ കുട്ടിയായത് കാരണം. ആശാനായിരുന്നു വെച്ചാൽ പുതുവാളാശാനായിരുന്നു മദ്ദളം ചൊല്ലിയാട്ടത്തിൻ്റെ റിഹേഴ്സൽ വന്നിരുന്നേ അർത്ഥം. അത് പിന്നെയാണ് ആശാൻ പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഗാംഭീര്യം കരുതി തൊഴുതു പോയി. ചണ്ട പഠിക്കുമ്പോൾ കഥകളിയോടുള്ള ഭ്രമം വീണ്ടും വരാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ എല്ലാ മാസവും അവിടെ ക്ലബ്ബ് കളി ഉണ്ടായിരുന്നു, ക്ലബ്ബ് കളി കാണാൻ എല്ലാ മാസവും പോയിരുന്നു. അങ്ങനെ കഥകളിയോടുള്ള ഭ്രമം വളരെ കൂടിയെന്നർത്ഥം. എല്ലാ മാസവും നല്ല ഇഷ്ടപ്പെട്ട ഒരു രംഗമായിരുന്നു കഥകളി കാണൽ. ഈ കേശവപുതുവാളാശാൻ ആ ഭാഗങ്ങളിൽ വളരെ അറിയപ്പെടുന്ന ആളായിരുന്നു. പിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആശാൻ നല്ലൊരു കൊട്ടുകാരൻ തന്നെയായിരുന്നു ആ സമയത്ത്. പിന്നെ പ്രായം കൊണ്ട് വയ്യാണ്ടായെങ്കിലും നല്ല ആ സമയത്ത് നല്ലൊരു കൊട്ട് നിറഞ്ഞ് നിൽക്കുകയായിരുന്നു അർത്ഥം. അപ്പോൾ ആശാൻ്റെ പഠന രീതി, പഠിപ്പിക്കുന്ന രീതി നല്ലൊരു ഇഷ്ടമുള്ള രീതിയായിരുന്നു, പേടിക്കാണ്ടത് പോകാൻ പറ്റിയ രീതിയായിരുന്നു അർത്ഥം. ആശാൻ അങ്ങനെ ഒരു, പിന്നെ ആശാൻ നമ്മളെ പല ദിക്കിലും നിൽക്കി തൃക്കാരൂർ, പല ദിക്കിലും ഇരിങ്ങാലക്കുട, അങ്ങനെ പല ദിക്കിലും കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ നമ്മുടെ പാരൻസ് ആശാനെ കയ്യിൽ വിടുകയാണ്. അന്ന് ഇന്നത്തെ പോലെ കാറിലൊന്നല്ല പോണത്. ഞാനും വേറൊരു രഘു എന്ന് പറഞ്ഞ ചണ്ടക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഡബിൾ തായമ്പയ്ക്ക് പോകുമ്പോൾ ഇവിടുന്ന് ബസ്സിലാണ് പോണത്. ബസ്സിൽ അവിടെ അന്ന് പഞ്ചാരിക്കൂർ പഠിപ്പിച്ച സമയമായിരുന്നു. 2 പേരും തെറ്റിച്ച് തവിട് പൊടിയാക്കി പഞ്ചാരിക്കൂർ അവിടെ എത്തിക്കഴിഞ്ഞ്. എന്നിട്ട് അത് ആസ്വാദകർക്ക് അറിയില്ലല്ലോ, അവർ കുട്ടികൾ കൊണ്ടുവന്നറി ഓരോ ഷോളൊക്കെ പൊന്നാട് അണിയിച്ച് തന്നു. അത് കഴിഞ്ഞ് ആശാൻ നമ്മളെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് തൃക്കാരർ. ആശാൻ ചീത്ത തെറ്റിച്ച് തവിട് പൊടിയാക്കിയിട്ട് ഷോള് മേടിച്ച ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആശാൻ അതിൻ്റെ പേരിൽ ഒരു പിച്ചോറ്റം തന്നോ സംശയം, അത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത പരിപാടിക്ക് ഇരിങ്ങാലക്കുട എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ കുട്ടിക്കാലത്താണ് ഇരിങ്ങാലക്കുട അമ്പലത്തിൽ കൊടിയേറ്റത്തിന് അന്നാണ് വെച്ചിരുന്നത് തായമ്പക. അന്ന് കുട്ടിക്കാലത്ത് അന്നൊരു മഴ പെയ്തു, അത് പറ്റിയില്ല. പിറ്റേ ദിവസം നമ്മൾ ഡബിൾ തായമ്പക രഘു എന്ന് പറയും. ആ രഘുവിന് പനി, അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് പനി. അപ്പോൾ ആശാനാണെങ്കിൽ RLVയിൽ ജോലി. ആശാൻ എല്ലാ ദിവസവും RLVയിൽ വരും, തിരിച്ച് അന്ന് ഫോണായിട്ടില്ല, തിരിച്ചിവിടെ വരും. അപ്പോൾ രഘുവിന് പനി, എന്നാൽ ഇന്ന് വേണ്ട, തിരിച്ച് RLV പോവും. അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ കഴിഞ്ഞ് ആറാട്ടിൻ്റെ അന്ന് അവിടെ രാവിലെ മേളം നടക്കുമ്പോൾ ഇപ്പുറത്ത് ആലത്തറയ്ക്കൽ നമ്മൾ കൊട്ടി. എന്നാലും ആശാൻ ഒരു പരാതി, എല്ലാ ദിവസവും വന്നു പോയിരുന്നു. നമ്മളപ്പുറത്തൊരു കോലുകൊണ്ട് ആ കുളത്തിനപ്പുറത്ത് അവിടെ താമസിക്കുക. അങ്ങനെ ഒരു നല്ലൊരു ഇതായിരുന്നു ആശാൻ്റെ കൂടെ. എന്താ വെച്ചാൽ അന്നത്തെ പാരൻസും അങ്ങനെയാണെന്ന് നടത്തുക. ആശാൻ്റെ വിടയുള്ളൂ, ആശാൻ വരെയുള്ളൂ. ഇന്നത്തെ പോലെ കൊണ്ടുപോവുക അതിൻ്റെ സംഭവങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല നടത്തും. നല്ല ഞാനൊരു കഥകളി ചണ്ടക്കാരനാണ് എന്ന് തോന്നിയത് എവിടെ വെച്ചാൽ എത്ര വർഷങ്ങൾക്ക് ശേഷമായിരിക്കും പഠിച്ച്? അതിപ്പോഴും എനിക്ക് തോന്നലുണ്ടായിട്ടില്ല കേട്ടോ. ഒരിക്കലും ഒരു കലാകാരന് ചെണ്ടക്കാരനായി ഒരു പാട്ടുകാരനായി തോന്നാൻ പറ്റില്ല. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ശരി തന്നെ. പക്ഷെ എന്നാലും ഒരു ധൈര്യം ഉണ്ടാവില്ല. ഇപ്പോഴും ധൈര്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഏതൊരു കലാകാർക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും ഒന്ന് തൊഴുത് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ധൈര്യം പറയാൻ പറ്റില്ല. പിന്നെ അങ്ങോട്ട് ആ സമയത്ത് കൊട്ടിക്കൊടിയിലേക്ക് ഒരു ഊർജ്ജം വരികയുള്ളൂല്ലോ. അപ്പോഴും അങ്ങനെ ആയിട്ടില്ല. പിന്നെ കഥകളിയോടുള്ള ഭ്രമം നടന്നിട്ടുള്ള പിന്നെ അന്നത്തെ ദിവസവും ഈ ഉത്സവകാലത്ത് 8 ദിവസം കനപ്പെട്ട കളിയാണല്ലോ. അന്ന് ഇത്ര നേരത്തെ ഇപ്പം ഈ ഉത്സവത്തിൽ കാണുന്ന പോലെ 2:30 മണി അല്ലെങ്കിൽ 12:30 വരെയൊന്നും മേളം ഉണ്ടായിരുന്നില്ല. 9:30 10 മേളം കഴിയും. ഇതിൻ്റെ ഈ ആനക്കൊട്ടിലാണ് കളി, ഊട്ടുപുരയിലാണ് അണിയറ. അവിടെ നിന്ന് അങ്ങോട്ട് വരിക ചെയ്യാറത്ത് പെട്ടെന്ന് കഴിയും മേളം. കുട്ടന്മാരാരുടെ അച്ഛൻ അപ്പമാരാർ, അതിനു മുമ്പത്തെ ഊറുമാരായിരുന്നു, അദ്ദേഹമായിരുന്നു മേളം. എന്തായാലും കുറച്ച് പേര് ആസ്വാദകരുടെ എണ്ണവും വളരെ കുറവായിരുന്നു. മേളവും അത്ര സമയം ഉണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം. അപ്പോൾ 9:30 കഴിഞ്ഞ് 9:15 ആകുമ്പോഴേക്കും മേളം കഴിയും. അതോടുകൂടി അപ്പുറത്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഒരു 10 മണിയാകുമ്പോഴേക്കും വിളക്ക് വയ്ക്കും. എൻ്റെയൊക്കെ ശരിക്കും അവിടെ വെച്ചാണ്ടായ പുറപ്പാട് മേളപ്പത് ആനക്കൊട്ടിൽ വെച്ചായിരുന്നു. അത് ഈ തായമ്പക അരങ്ങേറിയിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? അതൊരു 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും പുറപ്പാട് മേളപ്പത്. അത് വെച്ചാൽ ഡെയിലി ക്ലാസ്സുള്ളതുകൊണ്ടേ ഡെയിലി ആശാൻ വരും കൊട്ടിക്കും. ഇന്നത്തെ പോലെ ശനി ഞായറല്ല, എന്നും വരും ആശാൻ. ചിലപ്പോൾ ഈ ശനി ഞായറൊക്കെ ആണെങ്കിൽ അധിക സമയം കൊട്ടിക്കും. നമ്മളൊരു കൈ പൊട്ടിക്കഴിഞ്ഞാൽ ആശാൻ എപ്പോഴും പൊടി വലിക്കും. അപ്പോൾ കൈ പൊട്ടിക്കഴിഞ്ഞാൽ ആ പൊടി വെച്ചാൽ തിരുമ്പി തരാം. അങ്ങനെ സ്വർഗ്ഗം കാണും. പെട്ടെന്ന് ഉണങ്ങുമെന്ന് പറയും. പെട്ടെന്ന് ഉണങ്ങുന്ന ആ സമയത്ത് ഒരു വിഷമം ഭയങ്കരമാണെന്ന് അർത്ഥം. അങ്ങനെ ഒരു
പെട്ടെന്ന് ഉണങ്ങായിരിക്കും കേട്ടോ, അതൊക്കെ ഒരു മരുന്നാണ് ആശാൻ്റെ രീതിയിൽ. പിന്നെ ഒരു കൊട്ടണതിൻ്റെ അമരം വേണമെന്നൊക്കെ പറയുന്നുണ്ട് ആശാൻ, അന്ന് തന്നെ പറയും. പിന്നെ വേഷത്തിലേക്ക് പിന്നീട് പുറപ്പാട് വേണപ്പോൾ അടുത്ത സ്റ്റെപ്പാണെന്ന് എനിക്കറിയില്ല, നമ്മളൊക്കെ അറിയില്ലല്ലോ. അല്ല, അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് എപ്പോൾ കടന്നു? പിന്നെ ആശാൻ ഓരോ തെരതോട്ടങ്ങൾ വിട്ട് പഠിപ്പിക്കുക. പിന്നെ അവിടുത്തെ ചില ചൊല്ലിയാട്ടങ്ങൾ ഉണ്ടായിരുന്നു, കുട്ടന്ന് പറയാൻ ഒരു സ്ഥലത്ത് ചൊല്ലിയാട്ടങ്ങൾ, കുറച്ച് കാലം ചൊല്ലിയാട്ടങ്ങൾ പഠിപ്പിക്കുക. ത്രാസേമന ദൂരങ്ങൾ ചില ചൊല്ലിയാട്ടങ്ങൾ. പിന്നെ ഞാനൊരു കാര്യം പറയും, ശരിക്കും ചൊല്ലിയാട്ടങ്ങളെക്കാട്ടിലും ശരിക്കും എനിക്ക് രംഗപരിചയമാണ് കൂടുതൽ. കൊട്ടി അരങ്ങത്ത് കൊട്ടിയിട്ടാണ് അതിലേക്ക് കൂടുതലും പല ആൾക്കാരുടെ കൊട്ട് കേൾക്കുക. ആ സമയത്ത് അവരെങ്ങനെയാണ് കൊട്ടിയത്, അവരെന്താണ് അതിൻ്റെ കൊട്ടാനുള്ള കാരണം, ഒരു പോയിട്ട് അവരുടെ കൂടെ ഇങ്ങനെ നടന്നിങ്ങനെ. അത് ഈ ക്ലബ്ബ് കളി കൊണ്ട് ഒരു ഗുണം കിട്ടും. ക്ലബ്ബ് കളി, കഥകളി പകുതി തന്നെ ശിഷ്യൻ തന്നെ ഉണ്ടാക്കിയതാണെന്ന് അർത്ഥം. പാദം ശിഷ്യ സ്വമേധയാന്ന് നമ്മൾ ഉണ്ടാക്കുക കേട്ടോ. പിന്നെ അത് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അപ്പോൾ തീരില്ലല്ലോ. എപ്പോഴായാലും പലതിങ്ങനെ കേട്ടും കണ്ടും പഠിക്കുകയും ചെയ്യണം. പിന്നെ തീരില്ല. പല എണ്ണങ്ങളും ഇപ്പോൾ പുറപ്പാട് മേളപ്പത്തിൻ്റെ പല എണ്ണങ്ങളും ഒരു കൊട്ടുമ്പോൾ എനിക്ക് കൊട്ടാൻ പറ്റില്ലേ, കേട്ട് പഠിക്കുക, കണ്ടു പഠിക്കുക. അത് തന്നെയാണ് ഇപ്പോഴും. അതെ, ഓരോ ക്ലബ്ബ് കളിക്കും, തൃപ്പൂണിത്തുറയിലുള്ള എല്ലാ ക്ലബ്ബ് കളിക്കും ഞാൻ അന്നും ഇന്നും പോകുന്നുണ്ട് കേട്ടോ. ചില ആൾക്കാർ വിളിച്ചാലേ പോകുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഞാൻ കേട്ട്, കാരണം അധികം നമുക്ക് പലതും പഠിക്കാനുണ്ടാവും. ആരുടെ കൊട്ടായാലും ഉണ്ടല്ലോ. പിന്നെ നിരന്തരമായിട്ട് കഥകളിയിലെ പ്രോഗ്രാംസിന് പോയി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 35 കൊല്ലം 38 കൊല്ലമൊക്കെ ഉണ്ടാവും. 30 എനിക്ക് ഓർമ്മയില്ല. ഒരു 40 വർഷം 38 കൊല്ലമൊക്കെ ഉണ്ടാവും. 35 കൊല്ലം ഇങ്ങനെ ഉറപ്പായിട്ടുണ്ടാവും. അന്നത്തെ കഥകളി കൊട്ടും ഇന്നത്തെ കഥകളി കൊട്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ശാസ്ത്രീയ കാര്യങ്ങളെ കുറിച്ചല്ല, അതിൻ്റെ അവതരണത്തിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നു ചേർന്നിട്ടുണ്ടോ? ഈ 35 വർഷത്തിനിടയ്ക്ക് കഥകളിയിൽ തന്നെ, ഈ കഥകളി ഇന്ന് നമ്മളൊരു ക്ലാസിക്കൽ കലയാണെന്ന് പറഞ്ഞാലും അതിനെ അറിഞ്ഞോ അറിയാതെയോ ചില രൂപമാറ്റങ്ങളും ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ ചെണ്ടയിൽ അങ്ങയുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ? അല്ല, പിന്നെ ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെണ്ടയുടെ മൂപ്പ് എല്ലാ കലാകാരന്മാർക്കും നല്ല ചെണ്ടകളാണ്, അടിപൊളി ചെണ്ടകളാണ് അരങ്ങത്തേക്ക് കൊണ്ടുള്ളത്. അന്നത്തെ ചെണ്ടയ്ക്ക് അത്ര മൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അത്ര കുറവായിരിക്കും. നമുക്ക് പഴയ റെക്കോർഡൊക്കെ ഇട്ടാൽ അറിയാൻ പറ്റും. ഈ 30 കൊല്ലം മുമ്പിലത്തെ മൂപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ പറ്റില്ല. പിന്നെ അവതരണത്തിലോ അരങ്ങപ്രയോഗത്തിലോ അങ്ങനെ വന്നിട്ടുള്ള അറിഞ്ഞ് പറഞ്ഞേ ഇപ്പോൾ പണ്ടത്തെക്കാട്ടിലും കൊട്ടിൻ്റെ വ്യത്യാസം. ആട്ടറിഞ്ഞ് കൊട്ടുന്ന ഒരു പണ്ട് കിട്ടുന്ന ഇങ്ങനെ പോകുന്നത് അതല്ല, ആ ഭാവം അനുസരിച്ച് കൊട്ടുന്നൊരു വഴിയുണ്ട്. ചില ആൾക്കാരുടെ ഇപ്പോൾ ഉണ്ണീഷാശൻ്റെ കൊട്ട് കേട്ടിട്ട് അതുപോലെ കൊട്ടാൻ ശ്രമിക്കണ ആൾക്കാരാണ് കൂടുതലും. വെച്ചാൽ ആ കൊട്ട് മാത്രം എപ്പോഴും ശബ്ദം വേണ്ടല്ലോ, എപ്പോഴും പറഞ്ഞതുപോലെ വേണ്ട സമയത്ത് ശബ്ദം കൊടുക്കാനുള്ള ശ്രമങ്ങൾ. അപ്പോൾ അതേപോലെ അനുകരിക്കുക. ചില പുറപ്പാട് വെളുപ്പത്തിൻ്റെ എണ്ണങ്ങളും എല്ലാം പണ്ട് അങ്ങനെ ഇല്ലല്ലോ. പിന്നെ ഈ ഒരാശാൻ്റെ അടുത്ത് മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ, വേറെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്താ വെച്ചാൽ ചിട്ടപ്രധാനം വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മോഹമുണ്ടായിട്ട് ഇടയ്ക്ക് ഞാൻ വെറുതെ ട്രിവാൻഡ്രത്തൊക്കെ പോയിരുന്നു. കാരണം എൻ്റെ അച്ഛൻ സ്വാമിയാരായിരുന്നു, പപ്പനാഭസ്വാമി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജ സ്വാമിയാരായിരുന്നു. അപ്പോൾ അച്ഛൻ പുഷ്പാഞ്ജ സ്വാമിയാരായിട്ട് അവിടെയുള്ള സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോകുമായിരുന്നു. എല്ലാ മാസങ്ങളിൽ ഒരിക്കൽ തന്നെ പപ്പനാഭസ്വാമിയെ തൊഴും അച്ഛനെയും തൊഴുതു വരിക, അങ്ങനെ ഉണ്ടായിരുന്നു അർത്ഥം. അപ്പോൾ നമ്മുടെ സുഹൃത്തായ കൃഷ്ണദാസനെ കാണാറുണ്ട്. അദ്ദേഹം മാർക്കിയിലെ അധ്യാപകനായിരുന്നു ആ സമയത്ത്. അപ്പോൾ കൃഷ്ണദാസായിട്ടൊക്കെ സംസാരിച്ച് ഓരോന്നും വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു മോഹം, ഒരു ഉത്ഭവത്തിന് കൊട്ടണം. അങ്ങനെയൊക്കെ വെറുതെ ഇങ്ങനെ സംസാരിച്ച് ആവാൻ തമ്പരാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായി. അപ്പോഴാണ് പിന്നെ സംസാരിച്ചപ്പോൾ ഏറ്റുമാനൂർ കണ്ണൻ ആ സമയത്ത് ഫ്രീ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. കണ്ണൻ ഒരു സ്ഥലം തന്നെ, ഒരു സെക്രട്ടറിയുടെ അടുത്ത് ഒരു വീട്, ഒഴിഞ്ഞ വീട് അവിടെ സമയത്ത് കിട്ടി. അങ്ങനെ കുറേ ദിവസം കണ്ണൻ വന്നിങ്ങനെ കളിക്കുക, നമ്മൾ കൊട്ടുക. അങ്ങനെയായിട്ട് തൃപ്പൂണിത്തുറ അമ്പലത്തിലൊരു ഉത്ഭവത്തിന് കൊട്ടുകണ്ടായിട്ട് നമ്മൾ വെച്ചാൽ ഉത്ഭവത്തിനല്ല, നമ്മൾ ഒറ്റ മെയിനായിട്ട് കൊട്ടുകണ്ടായിട്ട് നമുക്കൊരു മോഹമായിരുന്നു. കാരണം ചിട്ടപ്രധാനത്തിൽ നല്ലതാണ് ഉത്ഭവം, അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ തൃപ്പൂണിത്തുറ വനിതാ സംഘമായിട്ട് അതുകൊണ്ടായിട്ട് പണ്ട് ഇഷ്ടംമാതിരി കളിക്ക് പോയിട്ടുണ്ട്. ആ നല്ലൊരു സംഭവമായിരുന്നു ആ സമയത്ത്. കാരണം വെച്ചാൽ അന്ന് നല്ലൊരു വനിതാ സംഘത്തിന് ധാരാളം കളികൾ ഉണ്ടായിരുന്നു. അതാണ് നല്ലൊരു. പിന്നെ അന്ന് അങ്ങനെ എല്ലാവർക്കും ഒരു ഒത്തൊരുമയുള്ള കാലമായിരുന്നു. അപ്പോൾ ആ ടീം വർക്കോട് കൂടെ പോണ സമയത്ത് ഇഷ്ടംമാതിരി അരങ്ങുകളുണ്ടായിരുന്നു. അന്ന് ഹരിയമ്മാവനും സതിയമ്മായി ആയിരുന്നു അതിൻ്റെ ലീഡർ. അവർ പറയും ഇങ്ങനെ അനവധി കളികൾ, രാജക്കാട് ചില ദിവസം അടുപ്പിച്ചൊക്കെ, ട്രിവാൻഡ്രം, കൊല്ലം, അങ്ങനെ അനവധി കളികളൊക്കെ അടുപ്പിച്ചിട്ട് 4-5 ദിവസം കഴിഞ്ഞ് വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു രസമുള്ള അരങ്ങുകളായിരുന്നു, അനവധി അരങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ആദ്യം ചെണ്ടയ്ക്ക് നമ്മുടെ കൂടെ ആശാൻ ഇടയ്ക്ക് വന്നിരുന്നു. പിന്നെ രാധാകൃഷ്ണമാർ അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ രാജീവ് വർമ്മ എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ടായിരുന്നു.
ഞങ്ങൾ പിന്നെ അങ്ങനെ മാറി മാറി ആൾക്കാർ നല്ലൊരു അരങ്ങുകളായിരുന്നു. കച്ചേരിക്ക് കൊട്ടാൻ കൂടുതൽ താല്പര്യമുണ്ടോ? അങ്ങനെ കച്ചേരികളിൽ കൂടുതൽ കാണാറുണ്ടല്ലോ. ഞാൻ ഫ്യൂഷന് പോയിട്ടുണ്ട്. കച്ചേരിക്കും പോയിട്ടുണ്ട്. നല്ല ഒരു മരപ്പെട്ട കച്ചേരികൾക്കൊക്കെ പോയിട്ടുണ്ട്. അല്ല, കച്ചേരിക്ക് കൊട്ടുമ്പോൾ കുറച്ചും കൂടെ ഇത് ആ സംഗീതത്തോട് ചേർന്ന് കൊട്ടാനുള്ള ഒരു, അത് കലാകാരനെ കൊട്ട് കേട്ട് ശ്രമിക്കുകയാണ് നമ്മൾ. അല്ല, അങ്ങനെ ഒരു ഇംപ്രഷൻ മറ്റ് കലാകാരന്മാർ ആസ്വാദകരുടെ ഇടയ്ക്കുന്ന അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് ഇതിന് കച്ചേരിക്ക് സംഗീതം ഇഷ്ടമാണ്. കാരണം ഞാൻ ഇടയ്ക്ക് കഥകളി സംഘാടകൻ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴും എന്നാൽ അദ്ദേഹത്തെ വിളിക്കാമെന്ന് പറയുന്ന അവസരങ്ങളിൽ ഈ കച്ചേരി വരുമ്പോൾ പ്രത്യേകിച്ചും പറയാറുണ്ട്, എന്നാൽ ഗോപീഷം പോരെ എന്ന് ചോദിക്കാറുണ്ട്. അതൊരു അംഗീകാരമാണല്ലോ. അമ്മയൊക്കെ പണ്ട് പാട്ട് പഠിച്ചിട്ടുണ്ട് ആ പാരമ്പര്യ കുടുംബത്തിൽ. ഒരു സംഗീതം ഉള്ളതുകൊണ്ടായിരിക്കും സംഗീതം ഇഷ്ടമാണ്. പിന്നെ ഫ്യൂഷനുകൾ അനവധി ഫ്യൂഷന് പോകാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ എൽ സുബ്രഹ്മണ്യത്തിൻ്റെ കൂടെ നല്ലൊരു ടീമായിരുന്നു. എൽ സുബ്രഹ്മണ്യം, കവിതാ കൃഷ്ണമൂർത്തി, പങ്കജ് ഉദാസ്, ഡോക്ടർ ബാലമുരളികൃഷ്ണ, പിന്നെ സോനു ദീഗം, അങ്ങനെയൊക്കെ ഒരു ടീമായിരുന്നു നമ്മളിങ്ങനെ. ഹംപി ഫെസ്റ്റിവൽ, ഡൽഹി, ഹൈദരാബാദ് പാലസ്, പിന്നെ ബാംഗ്ലൂർ, അങ്ങനെ ഒരു നമ്മളും എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അലൂമിനിക്ക് അതെ അവിടെ ഒരു ഫ്യൂഷൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു ഫ്യൂഷനായിരുന്നു, നല്ലൊരു ഗംഭീരമാണ്. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു സംഭവം മെത്തേഡ് വേറെ. കാരണം വെച്ചാൽ പരിപാടിക്ക് ഒരു ദിവസം മുമ്പേ അവരെത്തും. സ്റ്റേജ് കാണൽ നമുക്കങ്ങനെ കഥകളിക്ക് അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ അവരുടെ മാനേജറെ വിളിച്ച് വരുത്തിയിട്ട് സൗണ്ടിൻ്റെ ആൾക്കാരെ വിളിച്ച് സെറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ അവർ നേരത്തെ എത്തും അവരെല്ലാവരും. ഇപ്പോൾ 7 മണിക്ക് കളിക്ക് 6:30 ആകുമ്പോഴേ പതുക്കെ അത്ര ഗൗരവത്തോടു കൂടിയിട്ടാണ് അതാണ് അവർ ഭയങ്കര. പിന്നെ അവരെല്ലാത്തിനും മാനേജ്മെൻ്റ് ഉണ്ട്. ബുക്ക് ചെയ്യുക, ട്രെയിൻ ബുക്ക് ചെയ്യുക, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ ആൾക്കാരുണ്ട്, സ്റ്റേജിൻ്റെ ബുക്ക് ചെയ്യാൻ ആൾക്കാരുണ്ട്, സൗണ്ടിൻ്റെ ആൾക്കാരുണ്ട്. അപ്പോൾ നല്ലൊരു അത് വേറൊരു സംഭവമാണ്. അല്ലാണ്ട് ഇപ്പോൾ KV പ്രസാദിൻ്റെ കൂടെ കുറച്ച് ഫ്യൂഷൻ പോയിട്ടുണ്ട്. ഈ മൃദംഗം പ്രധാനപ്പെട്ട ആശാന്മാരുടെ ഒപ്പം കൊട്ടിയ അനുഭവങ്ങൾ എന്ന് പറയാം നമ്മുടെ കഥകളി രംഗത്തെ. ഉണ്ണിയേശാശൻ്റെ കൂടെ കൊട്ടിയുണ്ട് ഒരു മേളപ്പദം, കൊട്ടാരക്കര വേഷം. അതുപോലെ വേഷത്തിന് കൊട്ടിയപ്പോൾ ഉണ്ടായതെങ്കിലും ചന്ദ്രശേഖരൻ്റെ കൂടെ കൊട്ടിയിട്ടുണ്ട്. കൃഷ്ണൻകുട്ടി ആശാൻ ഒരിക്കലും നല്ലൊരു അനുഭവം. എനിക്ക് തൃക്കൂരമ്പലത്തിൽ പോകണമെന്നിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. നല്ലൊരു ഗുഹാക്ഷേത്രം ഞാൻ പോയിട്ടില്ല തൃശ്ശൂർ അടിക്കുകയാണെങ്കിലും. അപ്പോഴാണ് കൃഷ്ണൻകുട്ടി ആശാൻ്റെ ഒരു ഫോൺ. അപ്പോൾ ഞാൻ ഒരു സന്താനവുമാണ് തൃക്കൂരമ്പലം വരാമോ എന്ന് ചോദിച്ചു. പിന്നെ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞ് അന്ന് എനിക്കൊരു കളി ഉണ്ടായിരുന്നു. അത് ഞാൻ ഒഴിഞ്ഞ് തൃക്കൂരമ്പലത്തിൽ നല്ല ക്ഷേത്രമാണ് ഗുഹാക്ഷേത്രം. അദ്ദേഹം എന്നെ വിളിക്കുകയുണ്ടായിട്ടുണ്ട് 2-3 കളിക്ക്. പിന്നെ അദ്ദേഹത്തിൻ്റെ പരശുരാമൻ SL പുരം കൊടുങ്ങല്ലൂർ, അങ്ങനെ നമ്മളെ വലിയ. അതുപോലെ നെല്ലിയോടാശാൻ നമ്മളെ വിളിക്കുക. അദ്ദേഹത്തിൻ്റെ പുതിയ കഥകൾക്കും ഏത് കഥകൾക്കും നമ്മളെ വിളിക്കും. നമ്മളെ കൊട്ടും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമായിരുന്നു കേട്ടോ. അങ്ങനൊരു ചന്ദ്രശേഖരൻ മുതൽ ഗോപിയാശൻ്റെ ഒരു കളിക്ക് എനിക്ക് പണ്ട് പറയാൻ പേടിയാണ് ഉണ്ടായിട്ടുണ്ട്. കാരണം വളരെ പണ്ട് എംപരാജരാജൻ, ഹരിദാസേട്ടൻ, ചന്ദ്രശേഖരൻ, അങ്ങനെയെല്ലാം പ്രഗത്ഭമായ നെല്ലിയോടാശാൻ്റെ ദുശാസന, ഒരു കർണശപഥം. അപ്പോൾ കൃഷ്ണനാരാശാൻ്റെയാണ് കുന്തി. അന്ന് TD ഹാൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സദനം ശ്രീരാശാനും സദനം വാസുവാച്ചനാണ്. അപ്പോൾ വാസുവാച്ചൻ എന്തോ വന്നില്ല. ഞാനിങ്ങനെ കോളേജിൽ പോയി ഇവിടെ 40 രൂപ പാസ് എടുത്ത് എന്തോ കാണായിരുന്നു. കൃഷ്ണനാരാശാൻ ആദ്യമായിട്ട് കുന്തി കിട്ടിയ അത് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അന്ന് ഈ മൊബൈലും വിളിച്ചാലൊന്നും സംഭവങ്ങളൊന്നുമില്ലല്ലോ. കുറച്ചേപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആശാനെ വിളിക്കാൻ പണ്ട് പോയിട്ട് ഞാൻ തുടങ്ങി വയ്ക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി. അങ്ങനെ ഒരു കുറച്ച് നേരം ഗോപിയാശാൻ്റെ ഒരു കൊട്ടാൻ്റെ ഭാഗ്യമുണ്ടായി അവിടെ. കൃഷ്ണനാരാശൻ്റെ കുന്തി അവർക്ക് ഇഷ്ടം നന്നായി എന്ന് പറയുകയും ചെയ്തു കേട്ടോ. ഭാഗ്യം ദൈവാധീനമാണ്, അത്രയേ ഉള്ളൂ. നല്ലൊരു അരങ്ങായിരുന്നു. ഈ ലഭിച്ച പുരസ്കാരങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏതൊക്കെയാണ്? ഏറ്റവും നല്ല പുരസ്കാരം കിട്ടിയ കലാസാഗർ. കാരണം പുതുവാളാശാനുള്ളതേ കഥകളിയിലുള്ളൂ, പുതുവാളാശാൻ ഇല്ലാത്ത കഥകളിയിലില്ല എന്ന് പറഞ്ഞാൽ ആ കഥകളിയുടെ പുരസ്കാരം എന്ന് പറഞ്ഞാൽ പത്മശ്രീക്ക് തുല്യമാണ്. ആ പുരസ്കാരം അതും വേറൊരു പ്രത്യേകത വെച്ചാൽ സാധാരണ ഈ പുരസ്കാരങ്ങൾ ഈ കലാമണ്ഡലത്തിലും അവിടെ വടക്കാതെ നടക്കാറ്. അക്കൊല്ലം അവർ തൃപ്പൂണിത്തുറ നടത്തി. എന്ന് മാത്രമല്ല വേഷം, പാട്ട്, കൊട്ട് എന്ന പുരസ്കാരം കൊടുക്കാറും. അക്കൊല്ലം അവർ ആദ്യം ചെണ്ടയ്ക്കാതെ തന്നു, അതും നമുക്ക് തന്നു. അതൊക്കെ ഒരു ആശാൻ്റെ അനുഗ്രഹം അടിച്ചിരിക്കും, അത് മറക്കില്ല. അത് പിന്നെ ശരിക്കും പുതുവാളാശാൻ്റെ അനുഗ്രഹം സന്തോഷമാണ്. പിന്നെ എറണാകുളം ക്ലബിൻ്റെ തൗരത്രക അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയൊരു ആദ്യത്തെ സമ്മാനം എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞ് അമ്പലമുള്ളൊരു അമ്പലത്തിൽ കഴിഞ്ഞപ്പോൾ വെള്ളി കൊണ്ടൊരു ചെണ്ട, അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ 84 കുട്ടന്മാരാർ അവിടെ സ്ഥിരം മേളത്തിന് വരേണ്ടതാണ്. 86 കുട്ടന്മാരാരുടെ കൂടെ റിപ്പബ്ലിക് ഡേ പരേഡിന് പോയിരുന്നു. 40 ചെണ്ടക്കാരൊക്കെ ആയിട്ട് ഡൽഹിയിൽ ഒരു 45 ദിവസം ഇവിടെ ക്യാമ്പൊക്കെ ആയിട്ട്.
അന്ന് അവിടെ നിന്നൊരു രാഷ്ട്രപതിയുടെ ഒരു ഇത് കിട്ടി, ഒരു അശോക ചക്രത്തിൻ്റെ ഒരു ഫലകം. അത് നല്ല പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവരെന്താ, മോഹൻ മഹർഷി എന്നുള്ള സ്കൂൾ ഓഫ് ഡ്രാമയുടെ ചെയർമാനായിരുന്നു അതിൻ്റെ ഡയറക്ടർ. അവരെന്താ ഇത് ഉദ്ദേശിച്ചത്, ഓരോ സ്റ്റേറ്റിൻ്റെ മറ്റൊരു ഫ്യൂഷനാണ് ഉദ്ദേശിച്ചത്. എല്ലാ സ്റ്റേറ്റിൻ്റെ 40 പേര്, തമിഴ്നാട്, കേരള, പഞ്ചാബി, അങ്ങനത്തെ ഒരു അവരുടെ വാദ്യങ്ങൾ വെച്ച് 40 പേര് വെച്ചിട്ടൊരു ഫ്യൂഷൻ പോലെ അവർ ഉദ്ദേശിച്ചത്. അതിന് വേണ്ടിയാണ് കുറച്ച് ദിവസം റിഹേഴ്സലൊക്കെ അവിടുത്തെ ഗ്രൗണ്ടിൽ നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല. കാരണം ആ 40 പേര് എന്താ കൊട്ടരെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അവസാനം അതൊക്കെ വിട്ട് നമ്മുടെ കൊട്ടങ്ങോട് കൊട്ടി, അതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയായി അവസാനം. അങ്ങനെയാണ് കൊട്ടിയത്. അത് അന്ന് ടി വിയൊക്കെ അങ്ങനെ ഓരോ ദിക്കിലും വരണ്ടേ ഉള്ളൂ, ഗ്രെയിൻസോട് കൂടി കാണുള്ളൂ, അങ്ങനെയുള്ളൂ. അങ്ങനെ ഇവിടെ കാണലുണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പരിപാടിക്ക് ശേഷം പിന്നെ ഒരു 4 ദിവസമായിട്ട് അവിടെ താമസിച്ചു. അപ്പോഴാണ് നമ്മൾ പ്രസിഡൻ്റ് ഹൗസിൽ പോയിട്ട്, അന്ന് സെയിൽ സിംഗ് ആയിരുന്നു പ്രസിഡൻറ്റ്. സെയിൽ സിംഗിൻ്റെ ഒപ്പം ഒരു ഫോട്ടോഗ്രാഫി, ഒരു ഫോട്ടോ എടുക്കൽ, ഒരു കാപ്പ് കുടിക്കൽ അങ്ങനെ ഉണ്ടായി. രാജീവ് ഗാന്ധി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. അങ്ങനെ പോയി, അങ്ങനെ അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു. അവരുടെ കൂടെ ഒരു ഗെറ്റ് ടുഗദർ പോലെ. പിന്നെ ആരെങ്കിലും വെച്ചാൽ എന്തെങ്കിലും രസകരമായ വല്ല അനുഭവം ഉണ്ടായത് ഓർമ്മയിലുണ്ടോ? ആരെങ്കിലും വെച്ചോ? ആരെങ്കിലോ അണിയറയിലോ ഈ കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവങ്ങൾ അതിനെ ഓർത്തു വയ്ക്കാനായിട്ടുള്ള ഒരു കഥകളിക്ക് എനിക്കിപ്പോൾ ഒരു ദക്ഷയാഗം കളിക്ക് ദക്ഷിണ അവസാനം കാളയുടെ ഇത് വെക്കുമല്ലോ. അപ്പോൾ അവിടുത്തെ ഒരാളൊരു മാസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് വെക്കണമെന്ന് നേരത്തെ എന്നെ പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ടതാണ് ഈ ഇറയിൽ. അപ്പോൾ ഇദ്ദേഹം വേഗം എന്നാൽ ശരി എന്ന് പറഞ്ഞ് ആ സമയത്ത് ഈ മാസ്ക് വെച്ച് ദക്ഷിണയോട് പറഞ്ഞു വിട്ടു. ശിവൻ അപ്പുറത്തിരിക്കുന്നുണ്ട്, ഇതിൻ്റെ ഈ കണ്ണിൻ്റെ ഓട്ട പൊട്ടിക്കാൻ മറന്നുപോയി. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രീഷ്യനും അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇയാൾക്കത് അറിയില്ലല്ലോ, പുള്ളി അവിടെ ഈ ഇലക്ട്രീഷ്യനെ ഇങ്ങനെ പ്രദർശനം വയ്ക്കുന്നുണ്ട്. പാട്ടുകാർ അതല്ല ഇവിടെ അത് പറഞ്ഞ വേഗം പുള്ളിയുടെ ഇവിടെ കൊണ്ടില്ല. അതൊക്കെ നല്ല തമാശയായിരുന്നു ആ സമയത്തെ. ഒരു രസമായിരുന്നു അത്. പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ അത് പറഞ്ഞത് നല്ലൊരു. ഇനി നമുക്ക് ആ ഫ്യൂഷനിലേക്കും തിരിച്ചു വരാം. ഈ ഡോക്ടർ എൽ സുബ്രഹ്മണ്യമായിട്ടുള്ള ബന്ധം പറഞ്ഞല്ലോ, അദ്ദേഹം എങ്ങനെയാണ് കണ്ടുമുട്ടാൻ ഇടയായത്? അദ്ദേഹത്തിൻ്റെ സംഘത്തിൽ പ്രവർത്തിക്കാൻ എങ്ങനെ ഇടയായി? എൽ സുബ്രഹ്മണ്യത്തിൻ്റെ ശരിക്കും കാരണവന്മാർ തൃപ്പൂണിത്തുറയുള്ളവരാണ്. തൃപ്പൂണിത്തുറക്കാരെന്ന് പറഞ്ഞാൽ പഴയ സംഗീതത്തിൻ്റെ ആൾക്കാർ ഇഷ്ടംമാതിരി പേരുണ്ട് തൃപ്പൂണിത്തുറയിൽ. എൽ സുബ്രഹ്മണ്യം, ടി വി ഗോപാലകൃഷ്ണൻ. ഈ ടി വി ഗോപാലകൃഷ്ണൻ്റെ പേര് തന്നെ തൃപ്പൂണിത്തുറ വെങ്കടാചലം ഗോപാലകൃഷ്ണൻ എന്നാണ്. അവർക്ക് അത്രയും തൃപ്പൂണിത്തുറയുടെ ബന്ധമാണ് നിർത്തുന്നത്. ടി വി ഗോപാലകൃഷ്ണൻ, പിന്നെ ടി എൻ കൃഷ്ണൻ, തൃപ്പൂണിത്തുറ വയലിനിസ്റ്റ് ഒക്കെ തൃപ്പൂണിത്തുറയാണ് അവർ ഇവിടുന്ന് പോയിട്ട് ബാംഗ്ലൂരും മദ്രാസും താമസിക്കണോ അത്രയേ ഉള്ളൂ നിർത്തം. അപ്പോൾ അങ്ങനെ ഈ എൽ സുബ്രഹ്മണ്യം അങ്ങനെ സമയത്ത് നമ്മുടെ രാജീവ് വർമ്മ അദ്ദേഹം ഇവിടെ ഒരിക്കൽ അങ്ങനെ എൽ സുബ്രഹ്മണ്യത്തിനെ കണ്ടു. അപ്പോൾ നമ്മുടെ കൊട്ട് ചെണ്ട കേൾപ്പിച്ചപ്പോൾ ഇതൊരു സംഭവം നമ്മുടെ ഇതിൽ കയറ്റിയാലോ, എന്നാൽ അദ്ദേഹം ഒരു ഫ്യൂഷൻ പോലെ ചെയ്യണമെന്ന് ഇങ്ങനെ മറ്റേതുവരെ മൃദംഗം വായിക്കുമ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരെണ്ണം ചെയ്യണമെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട സമയത്താണ് നമ്മൾ ഇത് ചെണ്ട കേൾക്കണത്. അപ്പോൾ എന്നാവാം എന്ന് പറഞ്ഞ് ഒരു ദിവസം എന്നെ വിളിച്ചു അങ്ങോട്ടേക്ക്. ഫസ്റ്റ് പരിപാടി NDTVയുടെ ഒരു ആനിവേഴ്സറിക്കായിരുന്നു ബോംബെയിൽ, സാന്താക്രൂസിൽ വെച്ച് അടുക്കുകയായിരുന്നു NDTVയുടെ. അപ്പോൾ അവർക്ക് എന്താ, ഞാൻ NDTVക്കായിട്ട് സംസാരിച്ചപ്പോൾ അവരെന്താ വെച്ചാൽ അവർക്ക് അവിടുത്തെ വെസ്റ്റേൺ പാട്ടൊക്കെ ആയിട്ട് മടുത്തു ഹിന്ദി. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരെണ്ണം കേൾക്കണമെന്ന് മോഹം ഉണ്ടായിട്ട്, അപ്പം നമ്മളൊക്കെ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ദിവസം മുമ്പ് അവിടെ എത്തണം. ഞാനൊക്കെ 3 ദിവസം മുമ്പ് എത്തി അവിടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമായിട്ട് ഒരു ദിവസം സ്റ്റേജ് കാണുക, മറ്റേ റിഹേഴ്സൽ എന്ന് പറഞ്ഞ് കാണിക്കുക, അവരുടെ കൂടെ വായിക്കുക, നിർത്തുക. വായിക്കുക വെച്ചാൽ ശബ്ദം കേൾപ്പിക്കാണ്ട് ഇങ്ങനെ ഒരേപോലെ പോവുക, അങ്ങനെ നിൽക്കുക. അതിൻ്റെ ഇതാണ് എൽ സുബ്രഹ്മണ്യത്തിൻ്റെയൊക്കെ രീതി. അദ്ദേഹമായിട്ട് ഇപ്പോഴും ബന്ധം ഇടയ്ക്ക് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പ്രോഗ്രാംസ് അടുത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അവർ ആ ഫ്യൂഷൻ നിർത്തി, അത് കാരണം പിന്നെ അത്ര ഉണ്ടായില്ല കേട്ടോ. കുറേ പരിപാടിക്ക് പോയിട്ട് ഫസ്റ്റ് പരിപാടി NDTVയുടെ ആയിരുന്നു, പിന്നെ ഡൽഹിയിലായിരുന്നു. പിന്നെ അടുത്ത പരിപാടി കുറച്ച് കാലം ഹൈദരാബാദ് ആ പാലസ് അടച്ചിട്ടിരുന്നു. പിന്നെ അത് ഓപ്പൺ ചെയ്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം. പിന്നെ ഹംപി ഫെസ്റ്റിവൽ മറക്കാൻ പാടില്ല, അത് അത്ര ഗംഭീര സ്ഥലമാണ് ഹംപി. പോയിട്ടില്ലേ കർണാടക? അവിടെ ഒരു ഗംഭീര, അത് അദ്വാനിയായിരുന്നു അന്നത്തെ ഉദ്ഘാടനം. കവിതാകൃഷ്ണൻ, പിന്നെ ലതാ മങ്കേഷ്കറും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ജനസഹസ്രമാണ് ഇങ്ങനെ കാണാൻ വേണ്ടി വെയിറ്റിരിക്കുന്നത്. ഗംഭീര പരിപാടിയായിരുന്നു അത്. ഹംപി ഫെസ്റ്റിവൽ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് തുങ്കൂർ വെച്ച് ഫ്ലൈറ്റ് മിസ്സായി, ഭയങ്കര 5 മണിക്കൂർ ബ്ലോക്ക് പോയി. എന്നിട്ട് അവിടെ താമസിച്ച് അദ്ദേഹം അന്നാണെങ്കിൽ ഒരു ദീപാവലി സമയമായിട്ട് കുക്കൊന്നുമില്ല വീട്ടിൽ. കവിതാ കൃഷ്ണമൂർത്തിയാണ് ദോശ ഉണ്ടാക്കി തരിക. അവർക്ക് നമ്മൾ പ്രത്യേകിച്ച് എല്ലാം കൊണ്ട് ഞാൻ അവിടെ ചെന്നാൽ ശരിക്കും അവിടെയാണ് താമസിക്കാറ് എൻ്റെ വീട്. കാരണം തൃപ്പൂണിത്തുറ പാട്ടിയമ്മ അവരുടെ അമ്മയുടെ അനീതിയുണ്ട് ഇവിടെ നമ്മളെ പരിചയപ്പെടുത്തുക. നമുക്കൊരു നല്ല, കാരണം തൃപ്പൂണിത്തുറ ബന്ധം അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. നല്ലൊരു. നമുക്ക് തിരിച്ച് ഈ മകൻ്റെ കല്യാണത്തിന് വിളിച്ചിരുന്നു. ഈ കേശവപിള്ള ആശാൻ്റെ അടുത്ത് പഠിച്ചു എന്നല്ലാതെ വേറെ സ്ഥാപനത്തിൽ ഒരു പ്രത്യേക
സ്ഥാപനത്തിൻ്റെ ഒരു ചട്ടക്കൂട് നിന്ന് പറ്റിയില്ല. പഠിക്കാത്തത് എനിക്ക് അതിൻ്റെ വിഷം ഇപ്പോഴും ഉണ്ട്. ഈ അന്നൊന്ന് ആ രീതിയിൽ പോയിരുന്നെങ്കിൽ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഏത് അത് മേക്കപ്പ് ചെയ്യാനായിട്ടാണല്ലോ രാവണോത്ഭവം നേരത്തെ അതെ ഒരു ചിട്ടപ്രധാനത്തിന് കൊട്ടണം നോക്കിച്ചിട്ട് എന്ന് പറഞ്ഞു. അതുകൂടാതെ വേറെ എന്തെങ്കിലും ആ തരത്തിൽ പഠിക്കുക എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ ശരിക്കും ചിട്ടപ്രധാനം പഠിച്ച് ഈ ഉത്ഭവം മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളതിനൊക്കെ എങ്ങനെയാണ് കൂട്ടാൻ പഠിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പാട്ട് ജയേന്ദ്രൻ പാലിയത്തെ ജയേന്ദ്രൻ അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹം ശരിക്കും കറാട്ടെ മ്യൂസിക്കാരെ പഠിച്ചിട്ടില്ല. പാട്ട് പഠിക്കേണ്ടതായിട്ടുള്ള അർത്ഥം ഒരു ദിവസം 8 മണിക്കൂർ ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേൾക്കുക. ആദ്യം ഇത് പുള്ളി അവിടെ നിന്ന് കേട്ട് പഠിക്കുക കണ്ട് പഠിക്കുക എന്നുള്ള പോലെ ഞാൻ ആത്മാർത്ഥമായിട്ട് അത് ഇന്നും വന്നു മതി കേട്ടോ. കാണുക തന്നെ ചെയ്യും അവരെന്ത് കൊട്ടും, അതെന്താ കൊട്ട്, അപ്പോൾ അവരെങ്ങനെയാണ് കൊട്ടിയത്. പിന്നെ പലതും ഇപ്പോഴത്തെ സംശയിക്കാൻ പല ആശാന്മാരുള്ളപ്പോൾ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെ കണ്ടും കേട്ടും പഠിച്ചെടുത്ത് തന്നെയാണ് ഇപ്പോഴും പരിശ്രമിക്കുന്നത്. പലതും പഠിക്കണം. കാരണം അന്ന് പഠിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ഇപ്പോഴും എനിക്കുണ്ട്. നൃത്തം പോയിട്ടില്ല. അന്ന് എന്തോ എൻ്റെ ഓരോ തിരക്കുകളും കുടുംബത്തിൽ എന്തൊക്കെ പറ്റിയില്ല. എൻ്റെ ഇടയ്ക്കൊരു 17 വയസ്സായപ്പോൾ അമ്മയ്ക്ക് അസുഖമായി, ക്യാൻസറായിരുന്നു. 18ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു. ഇന്നാണ് ഈ ഗുരുവായൂർ ഏകാദശി എന്നാണ് അമ്മ മരിച്ചത്. പറ്റിയില്ല എനിക്ക്. പിന്നെ ആ തിരക്കുകളും കൊണ്ട് ഒരു മകനേ ഉള്ളൂ ഞാൻ. അങ്ങനെന്തോ പിന്നെ അങ്ങോട്ട് പറ്റിയില്ല. അത് പഠിക്കാത്തതിൻ്റെ ഒരു വിഷമം എനിക്കിപ്പോൾ. അത് പഠിച്ചെനിക്ക് ഒന്നും കൂടി ഒരു നിറവ്. അപ്പോഴേ അതൊക്കെ ശരിക്കും പഠിക്കുമ്പോഴേ എൻ്റെ ഇപ്പോൾ ഇത്ര കാലം കൊട്ടത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. കാരണം വെച്ചാൽ നല്ലതറിയുമ്പോഴേ ചീത്തേൻ്റെ വ്യത്യാസം അറിയുമോ. കുറേ പഠിക്കുമ്പോഴല്ലേ മറ്റേ എൻ്റെ ഇത്ര കാലം തെറ്റായിരുന്നു ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉത്ഭവം കൊട്ടാൻ പറ്റിയിട്ടില്ല. ചിട്ടപ്രധാനമായ കഥകൾ കൊട്ടി പഠിക്കുമ്പോഴേ അതിനും കൊട്ടിയിട്ടുണ്ട് കേട്ടോ. രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ ചിട്ടപ്രധാനം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കല്യാണം പാഞ്ചാലത്തെ കൊട്ടിയിട്ടുണ്ട് ഞാൻ. അതവിടെ വെച്ച് പിന്നെ ആ സമയത്ത് തന്നെ അവിടെ കല്യാണം ഞാൻ മാർഗയിലും പോയിട്ട് പല ദിക്കിലും തൃപ്പൂണിത്തുറയുള്ള സമയത്തും കൊട്ടി ഞാൻ പഠിച്ചിട്ടുണ്ട്, കൊട്ടിയിട്ടുണ്ട്. ഇപ്പോഴും കൊട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് ഞാൻ. അത് വെറുതെ പഠിക്കേണ്ട കുട്ടികളല്ല. ചെന്ന് വെറുതെ കളരിയിൽ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ പോയി പറ്റിയിട്ടില്ല. അതെനിക്ക് പഠിക്കാത്തതിൻ്റെ വിഷമമുണ്ട്. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ പഠിച്ചാലിൻ്റെ വ്യത്യാസമുണ്ടല്ലോ, പഠിക്കാത്തതിൻ്റെ വിഷമമുണ്ട്. ഫാമിലി ഞാൻ പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു രാമനമ്പൂരി, അമ്മ ഇക്കാവുട്ടി തമ്പുരാൻ, തൃപ്പൂണിത്തുറ കോലോത്തിയാണ്. പിന്നെ എൻ്റെ വൈഫ് ദുർഗ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആയിരുന്നു. സമാധിയായി കുറച്ച്. ഭാര്യ ദുർഗ എന്ന് പറയും, ഇവിടുത്തെയാണ്, പൂഞ്ഞാർ പാലസിലെയാണ്. മകൾ സുഭദ്ര, മകളുടെ ഭർത്താവ് അഭിമന്യു കൊടുങ്ങല്ലൂരിയാണ്. അവൾക്കൊരു കുട്ടനുണ്ട്, നീലകണ്ഠൻ. 3.5 വയസ്സ് കഴിഞ്ഞു, 4 വയസ്സ്. മകളും കളിക്കൂട്ടോ, വേഷം, കഥകളി വേഷമുണ്ട് മകൾ. പിന്നെ വൈഫാണെങ്കിൽ ഗാനഭൂഷണം കഴിഞ്ഞ RLVയിൽ ഗാനഭൂഷണം കഴിഞ്ഞാണ്. ഇപ്പോൾ വീണ്ടും പാട്ട് പഠിച്ച് ഇപ്പോൾ അതേ ഗുരുവായൂർ ചെമ്പേസ്മാരത്തൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട്. വീണ്ടും ഒരു പാട്ടിലോട്ട് ഭ്രമം അതുണ്ട്. മകളും പാട്ട് പാടും, വരയ്ക്കും. പക്ഷേ അങ്ങനെ പുറമേ ഒന്നും പോകാറില്ല. ചില ഈ മീറ്റിങ്ങിനൊക്കെ പ്രാർത്ഥനയൊക്കെ കേൾക്കാനും പാട്ടൊക്കെ പാട്ട് ഇഷ്ടമാണ്. ഇപ്പം ജോലി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ഇതിൻ്റെ കൂടുതൽ? ജോലി ഉണ്ടായിരുന്നു. ആദ്യം എനിക്ക് PVC പൈപ്പ് മാനുഫാക്ചറിങ് ആയിരുന്നു. അത് പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നിന്നു. ആ ഫാക്ടറി നിർത്തി, ഫാക്ടറി ഇല്ല. ഇപ്പം എൻ്റെ ഒരു കസിൻ സുരേഷ് എന്ന് പറഞ്ഞ അവരുടെ ഒരു ശില്പി കൺസ്ട്രക്ഷൻ അതിലാണ് അതിൻ്റെ കൂടെ ഫ്ലാറ്റ് പണിയണം. തൃപ്പൂണിത്തുറ തന്നെയാണ്. തൃപ്പൂണിത്തുറയിൽ ഒരു കലാ സാംസ്കാരിക കേന്ദ്രം തന്നെയാണല്ലോ. അവിടെ വന്നാൽ ഒരു കലാകാരന് എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ള ഒരു അവസരവും പഠിക്കാനും പ്രവർത്തിക്കാനും അത് കല വളർത്താനുമുള്ള സാഹചര്യമുള്ള ഒരു സ്ഥലമാണ് തൃപ്പൂണിത്തുറ. അങ്ങയുടെ ഒരു 40 വർഷത്തെ ഒരു പരിചയം വെച്ചിട്ട് തൃപ്പൂണിത്തുറയിലെ അന്നത്തെ അവസ്ഥ എന്താണ്, ഇന്നത്തെ അവസ്ഥ എന്താണ്, അതൊന്ന് വിശദീകരിച്ചാൽ. തൃപ്പൂണിത്തുറയിൽ ശരിക്കൊരു കലാകാരൻ അന്ന് വന്നാലും ഇന്ന് വന്നാലും എങ്ങനെ ജീവിക്കാൻ പറ്റും? കാരണം അനവധി അമ്പലങ്ങളിൽ ചുറ്റ പരിസരത്തുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ആ ഒരുമാതിരിപ്പെട്ട ഈ അമ്പലമുകൾ ചേരാല്, ചിറ്റൂര് ഒക്കെ പറഞ്ഞ ഈ ചോറ്റാനിക്കര എല്ലാം ഇവിടുന്നാണ് പോകുന്നത്. അനവധി കോപ്പ് അവരാണല്ലോ കളി കേൾക്കണത്. അപ്പോൾ എങ്ങനെയെങ്കിലും പിന്നെ ഡെയിലി ഷോ എറണാകുളം, ഫോർട്ട് കൊച്ചി അവിടെ ഇങ്ങനെയൊക്കെ ഡെയിലി ഷോ സെൻറ്റർ അനവധി ഉണ്ട്, ജീവിച്ച് പോകാം. അതാണ് പഴയ ആൾക്കാർ. ഇപ്പോൾ കൃഷ്ണനാരാശാൻ്റെ അറിയുക, പിന്നെ ശങ്കരവാരരാശൻ എല്ലാവരും ഇവിടുത്തെ കോഴ്സ് നേരെ തൃപ്പൂണിത്തുറയ്ക്കാണ് വന്നത്. തൃപ്പൂണിത്തുറ വന്നാൽ എങ്ങനെയെങ്കിലും ജീവിക്കാം. അതുപോലെ ഒരു കല പഠിക്കണമെന്ന് മോഹമുള്ള ഒരാൾക്ക് തൃപ്പൂണിത്തുറ എങ്ങനെ ജീവിക്കാൻ പറ്റും? പഠിക്കാൻ പറ്റും. ഏത് കലയായാലും, പാട്ടായാലും കൊട്ടായാലും വേഷമായാലും ചുട്ടിയായാലും എല്ലാം മുമ്പിൽ തന്നെ ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ ഈ കഥകളിയല്ല, കറാട്ടെ മ്യൂസിക് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാം ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് ആൾക്കാർ താമസിക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും അപ്പുറത്തേക്ക് പോകേണ്ടെന്നർത്ഥം. ശരിക്കും പറയുമ്പോൾ ഒരു സാംസ്കാരിക നഗരം എന്ന് പറഞ്ഞാൽ ശരിക്കും. പിന്നെ ഈ തൃപ്പൂണിത്തുറ ഉത്സവത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഗംഭീരപ്പെട്ടൊരു ഉത്സവം കാണാൻ ഇത്തിരി വിഷമമാണ്.
ഏത് സമയത്തും പരിപാടി 24 hours 8 ദിവസം. രാവിലെ വന്നാൽ ഒരു മേളം കഴിഞ്ഞാൽ ഒരു ദിക്കിൽ ഓട്ടം തുള്ളൽ, അപ്പുറത്തേക്കിൽ അക്ഷരശ്ലോകം. അത് കഴിയുമ്പോഴേക്കും ദീപാരാധനയ്ക്കുള്ള പഞ്ചവാദ്യം കഴിഞ്ഞാൽ അപ്പുറത്ത് തായമ്പ തുടങ്ങുകയായി. തായമ്പ കഴിയുമ്പോഴേക്കും ഒരു ദിക്കിൽ കച്ചേരികൾ 6 മുതൽ 7 വരെ ഒരു കച്ചേരി, 7 മുതൽ 8:30 വരെ ഒരു കച്ചേരി, പിന്നെ 9 മുതൽ 12 വരെ അതിഗംഭീര കച്ചേരി. അപ്പോഴേക്കും കഥകളി തുടങ്ങിക്കഴിഞ്ഞു. കഥകളി തുടങ്ങി കഴിയുമ്പോഴേക്കും ഇവിടുത്തെ പിറ്റേ ദിവസത്തെ മേളായി കഴിഞ്ഞു അർത്ഥം. ഒരു ആസ്വാദകന് വന്നാൽ അത് എപ്പോൾ വന്നാലും എന്തെങ്കിലും ഒരു കല ആസ്വദിക്കാൻ പറ്റിയ സംഭവമാണ് തൃപ്പൂണിത്തുറ. അതും ഒരു രാജകീയ പ്രൗഢിയായിരുന്നു. പോലെ എല്ലാ ദിവസവും കഥകളി നടക്കുന്ന അപൂർവ അമ്പലങ്ങളിൽ ഒന്നാണ്. അതും നല്ല ഘനപ്പെട്ട കഥകളി, നല്ല ആസ്വാദകരുമാണ്, നല്ലൊരു സംഭവങ്ങളാണ്. അന്നും ഇന്നും അതിൻ്റെ ഒരു കോട്ടം വന്നിട്ടില്ല. പിന്നെ ഒരു കലാകാരന് ജീവിക്കാൻ തൃപ്പൂണിത്തുറ വന്നാൽ അത്രയ്ക്ക് വിഷമം ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പോഴും പല ആൾക്കാരും അവിടെ താമസിക്കാൻ കാരണം. തൃപ്പൂണിത്തുറക്കാരേക്കാൾ കൂടുതലും വന്ന് താമസിക്കുന്ന കലാകാരന്മാരാണ് ഒരു സാംസ്കാരിക പശ്ചാത്തലം അങ്ങയുടെ കലാ ജീവിതത്തിൻ്റെ വളർച്ചയിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. തൃപ്പൂണിത്തുറ ഇപ്പോൾ ദാമോദര ഷാരുടെ ആശാൻ തൃപ്പൂണിത്തുറ താമസിച്ച ഷാരുടെ ആശാൻ്റെ കളിക്ക് അനവധി കളിക്ക് അദ്ദേഹത്തിന് തന്നെ പരിചയപ്പെട്ടത്. പിന്നെ അനവധി കഥകൾക്ക് അദ്ദേഹം എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ പല ഇപ്പോൾ ചിറ്റൂരും ചേരാനെല്ലും ചോരാനിക്കര പല ദിക്കിലും കഥകളിക്ക് അനവധി ദിക്കിലും. ഈ കൃഷ്ണനാരാശാൻ അവിടെ താമസിച്ചിരുന്നല്ലോ, അദ്ദേഹമായിട്ട് നേരിട്ട് പരിചയം ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? അധികം പരിചയം ഇല്ലായിരുന്നില്ല കേട്ടോ. സംസാരിച്ചിട്ടുണ്ടെന്നാണ് അധികം ഒരു പരിചയം കുറവായിരുന്നു എനിക്ക്. കാരണം നമ്മളപ്പോഴേക്കും ഇത്ര ഉണ്ടായിട്ടില്ല, സംസാരിക്കേണ്ടായിട്ടില്ല അധികം. സംസാരിച്ചിട്ടുണ്ട് ഇല്ലയെന്ന് വെച്ചാൽ അതല്ല, എന്നാലും ഒരു അടുപ്പം ഉണ്ടായിട്ടില്ല. മക്കളൊക്കെ ആയിട്ട് നല്ല പരിചയമുണ്ട്. മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് നല്ല പരിചയമുണ്ട്. പിന്നെ ഈ ഫ്യൂഷൻ്റെ ബേസിൽ തന്നെ ഞാൻ പല രാജ്യങ്ങളും പോയിട്ട്. ഇപ്പോൾ സിംഗപ്പൂർ പോയത് ഫ്യൂഷനാണ്. സിംഗപ്പൂർ എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് സിംഗപ്പൂരായിരുന്നു. അത് ഫ്യൂഷനാണ്. ആ ഫ്യൂഷൻ എന്നുള്ള ഐഡിയ കൊണ്ടുവന്ന ആരാ? നിങ്ങളുടെ ഫ്യൂഷൻ എന്നുള്ള ഐഡിയ കൊണ്ടത് എൻ്റെയൊക്കെ ഒരു തൃപ്പൂണിത്തുറ കോലത്ത് രമേശ് വർമ്മ എന്ന് പറഞ്ഞ രമേശിൻ്റെ പേര് അദ്ദേഹമാണ് ഇങ്ങനൊരു. കാരണം അദ്ദേഹം പണ്ട് ദിവാരനാശാൻ്റെ ശിഷ്യനായിരുന്നു, തായമ്പ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ തൃപ്പൂണിത്തുറയിലെ പറഞ്ഞില്ലേ ഈ കുറുപ്പാശാൻ്റെ ഒരു ആസ്വാദകനായിരുന്നു. പിന്നെ ഈ കഥകളി ക്ലബ്ബ് നല്ലൊരു മാറ്റം വരുത്തിയിട്ട് അവിടുത്തെ ആൾക്കാരെ. പിന്നെ തൃപ്പൂണിത്തുറയിൽ എന്ന് പറഞ്ഞാൽ കഥകളി ക്ലബ്ബ് ഒരു മാസത്തിൽ കഥകളി ക്ലബ്ബിൻ്റെ പരിപാടിയുണ്ട്, സംഗീത സദസ്സുണ്ട്, കൂടിയാട്ടമുണ്ട്. അപ്പോൾ 3 ആഴ്ച 3 സൺഡേ അങ്ങനെ മാറിക്കിട്ടും. ഒരു ആസ്വാദകൻ അങ്ങനെ അതും എല്ലാ മാസങ്ങളും ഇത് തന്നെയാണ്. അപ്പോൾ ഒരു നല്ലൊരു സംസ്കാരം, നല്ലൊരു കലയോട് ഭയങ്കര ഇഷ്ടം കിട്ടുന്ന സംഭവമാണ്. അങ്ങനെ ആ അതിൽ നിന്നൊക്കെ പുള്ളി എടുത്തിട്ടാണ് ഈ ഒരു ഫ്യൂഷൻ. അത് എല്ലാ വാദ്യങ്ങളും ഉണ്ടായിരുന്നു അതിൽ. വയലിൻ, ഫ്ലൂട്ട്, മൃദംഗം, തബല, തകില്, ചെണ്ട, ഇടയ്ക്ക, മദ്ദളം, ജാസ് വരെയുള്ള നല്ലൊരു ഫ്യൂഷനായിരുന്നു അത്. അല്ല അത് അവിടുത്തെ ഈ സിംഗപ്പൂർ കൊണ്ടുപോയത് എന്താ വെച്ചാൽ ചില വാദ്യക്കാർ അവിടെയായിരുന്നു. അപ്പം നമുക്ക് 2 പരിപാടി ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ 10 ദിവസം അവിടെയായിരുന്നു, റിഹേഴ്സൽ അവിടെയായിരുന്നു. അപ്പോൾ ഈ 2 പരിപാടി നല്ലൊരു സ്റ്റേജ് ആയിരുന്നു. എന്താ വെച്ചാൽ ഒരു പരിപാടി കഴിഞ്ഞാൽ 20 മിനിറ്റ് ഗ്യാപ്പ്. അപ്പോൾ നമ്മൾ മാറില്ല, ഓഡിയൻസ് മാറും. വീണ്ടും അതേ പരിപാടി തന്നെ. അത് നല്ലൊരു സ്റ്റേജ് ആയിരുന്നു. ഒരു മോളിൽ നല്ല ക്രൗഡ്, നല്ല അതൊരു നല്ലൊരു അരങ്ങ. ഇവിടെയും കാണാത്തതാണ്. ഒരു 10-15 മിനിറ്റ് 15 മിനിറ്റ് നമ്മളവിടെ തന്നെ ഇരിക്കും. കട്ടം പൊങ്ങും, അവർ മാറും, നമ്മളടുത്ത പരിപാടി. അതായിരുന്നു സിംഗപ്പൂരുണ്ടായിരുന്നത്. നല്ല പരിപാടിയായിരുന്നു. പിന്നെ ബഹ്റിനിലും അതെ നല്ലൊരു കഥ. അത് പിന്നെ കളിക്കാൻ വേണ്ടി പോയി കഥകളിക്ക്. സുബ്രഹ്മണ്യ ആശാനൊക്കെ ഉണ്ടായിരുന്നു. പോയിട്ടുണ്ട്. സുബ്രഹ്മണ്യ ആശാനൊക്കെ ആയിരുന്നു, നല്ല കഥയായിരുന്നു. പിന്നെ പോയത് വനിതാ ട്രൂപ്പിൻ്റെ കൂടെ അമേരിക്കയിൽ 1.5 മാസം ഉണ്ടായിരുന്നു. നല്ല ആ 3 യാത്രയായിരുന്നു എനിക്ക് വിദേശ പര്യടനമായിട്ടുണ്ടായിരുന്നത്. കുറച്ച് കാലം കുട്ടിക്കാലത്ത് എൻ്റെ ഒരു തായമ്പ കഴിഞ്ഞ സമയത്ത് ഹിന്ദുവിലൊരു ഫോട്ടോ പേപ്പർ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു തായമ്പോട്ടയുടെ ഫോട്ടോയും പേപ്പർ റൈറ്റിംഗ് ഉണ്ടായിരുന്നു, റൈറ്റപ്പ്. നവരാത്രി സമയത്തായിരുന്നു അത് വന്നത്. അപ്പോൾ ആ സമയത്ത് ആകാശവാണിക്കാരന്ന് ദൂരദർശനായിട്ടില്ലല്ലോ. ആകാശവാണിക്കാർ പീലിയുടെ കച്ചേരിക്ക് ചോറ്റാനിക്കര നവരാത്രി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ നമ്മൾ വിളിച്ചു വരുത്തി നമ്മുടെ അവിടേക്ക് വന്നു. അന്ന് ഫോണും അത്രയ്ക്കൊന്നും ആയിട്ട് തന്നെ വന്ന് വെച്ചു. അങ്ങനെ ഇത് കുറച്ച് നേരം വേണം റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആകാശവാണി വീട്ടിൽ വന്ന് 10 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റിൽ ഒരു ഇൻ്റർവ്യൂവും കുറച്ച് നേരം തായമ്പകയും ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് പോയി നിർത്താം. അങ്ങനെ ഒരു അനുഭവം, ഇത് നല്ലൊരു അനുഭവം. കാരണം ആകാശവാണിയൊക്കെ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ മാത്രമല്ല പിന്നീട് ഈ രംഗത്ത് പ്രവർത്തിക്കാനൊരു പിന്നെ അതുപോലെ ഈ ചോറ്റാനിക്ക് എവിടുത്തെ ഒരു തായമ്പ കഴിച്ച സമയത്ത് ആലപ്പുറം ശിവരാമപ്രകാശൻ എന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ചെറുപ്പളശ്ശേരി തായമ്പയുണ്ടായിരുന്നു. ഒരു ദിവസം വീട്ടിലാണ് താമസിച്ചത് അദ്ദേഹത്തിൻ്റെ അവിടെ. അതും ഒരു ഭാഗ്യമായിട്ടോ ശരിക്കും. നമ്മുടെ തായമ്പകയുടെ ഒരു ആശാൻ്റെ എല്ലാവരുടെയും ഗുരുക്കന്മാരുടെയും എല്ലാവരുടെയും അനുഗ്രഹമാണ് ശരിക്കും. നല്ലൊരു
അനുഭവമായിരുന്നു. ഈ ആശാൻ കേശവ പൊതുവാൾ ആശാനുമായിട്ട് ഞാൻ കഥകളി തുടങ്ങി ഏതാണ്ട് ആ കാലം തൊട്ടേ നല്ല ഇതുണ്ട്. വൈക്കം ക്ലബ്ബിലും വൈക്കത്ത് ധാരാളം പരിപാടിക്ക് വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ എന്നുള്ള രീതിയിലാണ് ഞാൻ അന്ന് ഗോപികൃഷ്ണനെ കേട്ട് വന്നത്. പിന്നീട് നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളായി. ഇന്ന് ഇവിടെ ഇരുന്ന് ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അതിന് സമയം തന്നതിൽ വളരെ നന്ദി. പിന്നെ ആശാൻ മരണത്തിന് ശേഷം ഞങ്ങളിപ്പോൾ ശിഷ്യനായിട്ട് ആയതൊരു ഒരു ഭാഗ്യം തന്നെയാണ് ഞാൻ കണക്കാക്കണം. അങ്ങനത്തെ ഒരു നല്ല ഗുരുക്കന്മാരുടെ ഗുരുക്കൻ്റെ ശിഷ്യനാവുക. പിന്നെ ആശാൻ്റെ സ്മരണാർത്ഥം ഇപ്പോൾ നമുക്ക് ആശാന് വേണ്ടി അത് ചെയ്യാൻ പറ്റുള്ളൂ. തൃപ്പൂണിത്തുറ അമ്പലത്തിലെ ആദ്യത്തെ ദിവസത്തെ തായമ്പക ശിഷ്യന്മാരുടെ സമർപ്പണമാണ്. അങ്ങനെ ഒരു സംഭവം നടത്തുന്നുണ്ട്. പിന്നെ ഇങ്ങനൊരു പരിപാടിക്ക് എന്നെ വിളിച്ചതിലും, പിന്നെ ഈ അർജുന വിഷാദവൃത്തം, സ്ത്രീ ശക്തി വിജയം, മോഹിനി വിജയം എന്ന കഥ എഴുതിയ പ്രഗത്ഭനായ രചയിതാവ് രാജശേഖരനാശാൻ്റെ കൂടെ ഇത്ര സമയം ഇരിക്കാൻ പറ്റുക അതും ഒരു ഭാഗ്യം. എല്ലാം ദൈവാധീനം.